മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. റിയാസ്, നമ്മളെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നിങ്ങളോട് സംശയം എന്ന രൂപത്തിൽ ഞാൻ ചോദിക്കണമെന്ന് ആലോചിച്ചു. കാര്യം ഇപ്പം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ മാത്രം ദുബായിൽ മാത്രം മതിയോ അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസ്? എനിക്ക് എല്ലാ സ്ഥലത്തേക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? ഇപ്പം അതൊക്കെ ഉദ്ദേശിക്കുന്നത് ദുബായിൽ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്താൽ എല്ലാ ഷാർജയിൽ പോകാൻ പറ്റുമോ, അത് അബുദാബി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കാര്യമാണ് അറിയേണ്ടത്. എമിറേറ്റുകൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുകളാണ് ആക്ച്വലി നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ 7 സ്റ്റേറ്റ് ആണ് ഇവിടെയുള്ളത്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ, ഫുജൈറ, റാസൽ ഖൈമ, ഇങ്ങനെ 7 എമിറേറ്റ്സ് ആണ്. ആ 7 എമിറേറ്റ്സിനും എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഇവർ പറയാം ദായിറത്തുൽ അഖ്തസാദിയ എന്നാണ് പറയാം. ദായിറത്തുൽ അഖ്തസാദിയ അതാണ് അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് പേര്. പഴയ കാലത്ത് ഞാനൊക്കെ 25 വർഷം മുമ്പ് ഈ ബിസിനസ് സെറ്റപ്പ് തുടങ്ങുന്ന സമയത്ത് ദുബായിൽ മുനിസിപ്പാലിറ്റി, ഷാർജ മുനിസിപ്പാലിറ്റിനുള്ളിൽ കസമുൽ തർഹീസ്, അതായത് ലൈസൻസ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ്, പിന്നീടാണ് ഇതൊക്കെ വരുന്നത്. ഞാനിത് പറയാൻ കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായ വരുമാനമുണ്ട്. ഓരോ സ്ഥലത്ത് എമിറേറ്റിലും നമ്മൾ ലൈസൻസ് ഉണ്ടാക്കിയാൽ അവർക്ക് വരുമാനം അവർക്കാണ്, ആ ഗവൺമെന്റിന്റെ വരുമാനമാണ്. പക്ഷേ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 3000 ദിർഹംസിൻ്റെ ഒരു ഇൻകം ഫെഡറൽ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഫീസ് പോകുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് എക്കണോമി, അതായത് ഫെഡറൽ ഗവൺമെൻറ്റിലേക്ക്. മറ്റത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആണെങ്കിൽ ഇത് മിനിസ്ട്രി ഓഫ് എക്കണോമി. ഇവിടെ ഇത് ഞാൻ കൃത്യമായി പറയാൻ കാരണം, നമ്മളൊരു എമിറേറ്റിലും ലൈസൻസ് ഉണ്ടാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം, ഈ ഒരു മിനറൽ വാട്ടറിൻ്റെ കമ്പനി, ഈ മിനറൽ വാട്ടർ കമ്പനി ഉണ്ടാക്കിയാൽ ഇത് അജ്മാനിലായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മിനറൽ വാട്ടർ കമ്പനികളിൽ. ഈ കമ്പനി ദുബായിലാണ് ഇപ്പോൾ എടുത്തത്. പക്ഷേ അവർ എൻ്റയർ UAE ഈ സാധനം സപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഫെഡറൽ ഗവൺമെന്റിന്റെ നിയമപ്രകാരം മെയിൻ ലാൻഡിൽ ഒരു ലൈസൻസ് ഉണ്ടാക്കിയാൽ അവർക്ക് എല്ലായിടത്തും ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാം. എല്ലാ എമിറേറ്റിലും ലൈസൻസ് ഉണ്ടാക്കണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. അതിൽ തന്നെ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മിനറൽ വാട്ടർ കമ്പനി ഇവർ ഇപ്പോൾ ദുബായിലാണ് ഈ കമ്പനി നിന്ന് കൂട്ടുക. അവർ അജ്മാനിൽ പോകുമ്പോൾ അജ്മാനിൽ ഈ വണ്ടിയുടെ ഒരു പെർമിഷൻ എടുക്കാണ്ട്, നമ്മൾ ഈ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഓരോ എമിറേറ്റിൻ്റെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ സപ്ലൈ പോകുന്ന വണ്ടികൾക്ക് രജിസ്ട്രേഷൻ എടുക്കാമെന്നല്ലാതെ കമ്പനി എല്ലായിടത്തും തുടങ്ങണം എന്നൊരു നിയമം ഇല്ല. മനസ്സിലായില്ല? അതാണ് UAE ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലായാലും, ഇന്ത്യയിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ലൈസൻസിന് ഓൾ ഇന്ത്യ വാലിഡിറ്റി ഉണ്ട്. അതായത് മീൻസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ലൈസൻസിൻ്റെ ഒരു നിയമം പറയുന്നത് എൻ്റെ അറിവിൽ. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലാണ് ലൈസൻസ് വരുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ബിസിനസ് ലൈസൻസ് എന്ന് പറയുന്നത് ഓൾ UAE. അപ്പോൾ ദുബായിലേക്ക് ഷാർജയ്ക്ക് അങ്ങനത്തെ വേറെ ഒരു അതിന്റെ ആവശ്യകത ഇല്ല. മറ്റൊരു രസമുണ്ട്. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനം ഞാൻ ദുബായിൽ ഉണ്ടാക്കി, എനിക്കൊരു വെയർ ഹൗസ് എടുത്തിട്ട് സ്റ്റോറേജ് നടത്തണം. അതിന് ഇപ്പോൾ ഷാർജയിലോ മുൽക്കോയിലോ പോയിട്ട് എനിക്ക് വെയർ ഹൗസ് എടുക്കാം. അവിടെയും നമ്മൾ ബ്രാഞ്ച് ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല. പലരും മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്, ബ്രാഞ്ച് ഇടും. നമ്മൾ അവിടെ ചെന്നിട്ട് സ്റ്റോർ ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ജസ്റ്റ് സ്റ്റോറേജ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ ബിൽഡിംഗ് മെറ്റീരിയൽ. കാരണം ആ സാധനം അവിടെ ചെയ്യുന്നു, ജസ്റ്റ് അവിടെ നിന്ന് റീപാക്ക് ചെയ്തിട്ട് സാധനം സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദുബായ് ലൈസൻസിന്റെ ബോർഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഷാർജയിലായാലും മുൽക്കോയിലായാലും ചെന്നിട്ട് ഇന്ന കമ്പനി ABC ബിൽഡിംഗ് മെറ്റീരിയൽ, അതിന്റെ ദുബായ് സ്റ്റോർ, അല്ലെങ്കിൽ ദുബായിന്റെ സ്റ്റോർ, അല്ലെങ്കിൽ ഷാർജന്റെ സ്റ്റോർ, അജ്മാന്റെ സ്റ്റോർ എന്നായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ബ്രാഞ്ച് വേറെയാണ്, അതുപോലെ തന്നെ ഇത് സ്റ്റോറേജ് വേറെയാണ്. റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഓരോ എമിറേറ്റിലും. ഇപ്പം നിങ്ങൾ ഒരു ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ്, നിങ്ങൾക്ക് ബ്രാഞ്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് എന്നൊരു എല്ലാ എമിറേറ്റിലും ചെയ്യാനായി സാധിക്കും. ഇന്റർനാഷണൽ കമ്പനിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ഓഫീസൊക്കെ വരുന്ന സമയത്ത് എല്ലാ ബ്രാഞ്ച് എമിറേറ്റിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല എമിറേറ്റുകളിലും. ഈ പലപ്പോഴും എന്താ വെച്ചാൽ എംപ്ലോയീസിനൊക്കെ പൈസ കളക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷേ സിമ്പിളായിട്ടുള്ള ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എല്ലാ എമിറേറ്റിലും ചെയ്യേണ്ട. UAE നിയമപ്രകാരം നമുക്ക് ഓൾ ഓവർ UAE ഈ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി ചില ബിസിനസ്സിലാണ് നമുക്ക് ബ്രാഞ്ച് വേണ്ടി വരുന്ന ബിസിനസ്. അത് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഗോൾഡ് ട്രേഡിംഗ് ലൈസൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഗോൾഡ് ട്രേഡിംഗ് ലൈസൻസിൽ ഷോപ്പുകളായിട്ട് ബ്രാഞ്ചായി പോകണമെങ്കിൽ നമുക്ക് ബ്രാഞ്ച് അവിടെ ഷോപ്പ് എടുക്കുമല്ലോ. നമ്മൾ ഫിസിക്കലി ഷോപ്പ് എടുത്താൽ ബ്രാഞ്ച് എടുത്തേ പറ്റൂ. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ബ്രാഞ്ചായിട്ട് പോകും. ഞാൻ ഈ മിനറൽ വാട്ടർ ഉദാഹരണം പറയാൻ കാരണം, ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നൊരു ബിസിനസ്സിന് FMCG, ഇപ്പോൾ നമ്മൾ കറി പൗഡർ അതുപോലുള്ള സാധനങ്ങളൊക്കെ നാട്ടിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അവർ ഉമുൽ ഖുവൈനിലായിരിക്കുമല്ലോ ഇപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവുക, പക്ഷേ ഓൾ ഓവർ UAE സപ്ലൈ ചെയ്യാം.
അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. 7 എമിറേറ്റ് ആണെങ്കിലും ഇവർ 7 രാജ്യങ്ങളായിരുന്നു പണ്ട് ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നായിരുന്നു പേര്. പക്ഷേ ഫെഡറൽ സിസ്റ്റത്തിൽ വന്നതിന് ശേഷം ഇതൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പല ആൾക്കും ഒരു സംശയം ഉണ്ടാകുന്നൊരു വിഷയത്തെയാണ് നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാട്ടിൽ വെച്ച് ഡോക്ടേഴ്സിൻ്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഡോക്ടേഴ്സ്, ക്ലിനിക്ക്, അത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.